ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയ സാധനം എത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു വലിയ ടാങ്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ മിക്സഡ് ഗപ്പീസ് സെറ്റ് ചെയ്യാൻ വേണ്ടി, പിന്നെ അതുപോലെ നമ്മുടെ കുറച്ച് ഗിഫ്റ്റ് സ്ലോപ്പിയുണ്ട്, അതിനെ പിടിച്ച് സെറ്റ് ചെയ്തിടാൻ വേണ്ടിയൊക്കെയാണ് നമ്മളിത് മേടിച്ചിട്ടുള്ളത്. ഇതിന് ഏകദേശം ഒരു 5,000-6,000 രൂപയായിട്ടുണ്ട്. നമ്മുടെ ഒരു വലിയ ടാങ്കാണ്. ഇതിനെ നമുക്ക് സെറ്റ് ചെയ്തിടാൻ വേണ്ടി പോകുന്ന വീഡിയോ നമ്മൾ മൊത്തം നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഫുൾ വീഡിയോ കാണുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ടാങ്ക് ഇവിടെ സെറ്റാക്കാൻ വേണ്ടി അഖിൽ ഇവിടെ ഇല്ല, അഫി ഞാനുണ്ട്. അപ്പോൾ നമ്മളിതാ ഇവിടെ നമ്മളെ ടാങ്ക് സെറ്റാക്കാൻ വേണ്ടിയുള്ള പരിപാടീസാണ്. ടാങ്ക് സെറ്റാക്കാൻ വേണ്ടി നമ്മളിവിടെ ഫസ്റ്റ് ഇവിടെ കുറച്ച് പശു തൊഴുത്തായിരുന്നു. ആ തൊഴുത്തിനാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഇവിടെ കുറച്ച് ഒരു തൊഴുത്തിൻ്റെ ഒരു പശുവിനെ കെട്ടാനുള്ളതുണ്ടായിരുന്നു. അതിനെ കുറ്റിയെ പാടിച്ചിളക്കി. അതിന് ശേഷം നമ്മൾ ഇനി അടുത്ത് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിതാ ഇനി ബാക്കിയുള്ള സ്പേസിൽ എത്ര നമുക്കിവിടെ ഇതിനടിയിൽ ആദ്യം പഴയ ടാർപ്പ് അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് നമ്മുടെ മെയിൻ ടാർപ്പ ഇവിടെ വിളിച്ചിട്ട് നമുക്ക് നമ്മുടെ വലിയ കുളം സെറ്റാക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത് മഴ കുറച്ച് തുടങ്ങി. സോ അതുകൊണ്ട് നമ്മൾ തൊപ്പിയെല്ലാം വെച്ച്, തൊപ്പിയൊന്നുമില്ല, അതായത് തുണിയെടുത്ത് നമ്മൾ ഹെൽമെറ്റിലേക്ക് തുണിയൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ നിൽപ്പുണ്ട്. മഴ ആയതുകൊണ്ട് കുറച്ച് ആ സമയത്തുള്ള വീഡിയോസ് എനിക്ക് പകർത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. നമ്മളടുത്ത് ഇവിടെ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ആസ്പെറ്റൽ ഷീറ്റ് ഉണ്ടായിരുന്നു. ആസ്പെറ്റൽ ഷീറ്റ് വെച്ച് നമ്മൾ സൈഡൊന്ന് കവർ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. 3 സൈഡ് സെറ്റ് ചെയ്തു. ഈ രണ്ട് സൈഡ് സെറ്റ് ചെയ്തു. ആ 2 സൈഡ് നമ്മൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി ടാർപ്പ നമുക്ക് സെറ്റ് ചെയ്യണം. അതിനടുത്ത് നമുക്കിനി വിരിക്കുക. അത്രയാണ് അടുത്ത പരിപാടീസ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ സൈഡ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ 2-3 കല്ലെടുത്ത് വെച്ച് സെറ്റ് ചെയ്തു. അതിന് ആ ഒരു ഇത് നിൽക്കും. പിന്നെ ഇതിൽ കുറച്ച് മണ്ണ് നിറച്ചുകൊണ്ടെങ്കിൽ ചാക്ക് വയ്ക്കണം. അത് ഓപ്ഷനിലാണ്. നമ്മൾ അതും കൂടെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ ഈ ഒരു സൈഡിൽ നല്ല കട്ടിയുള്ള തൂണുണ്ട്. പിന്നെ നമ്മൾ ആ ടാർപ്പയുടെ സൈഡിൽ നമുക്ക് വലിയ രീതിയിലുള്ള കയറുണ്ട്. അത് കയറിൽ നമുക്ക് കെട്ടിടാൻ വേണ്ടി പ്ലേസ് ഉണ്ട്. അത് വെച്ച് കെട്ടിടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഏകദേശം പണികൾ പൂർത്തിയായിട്ടുണ്ട്. കുളത്തിനകത്ത് ചാടിയോ? നമ്മുടെ ആ വലിയ കുളത്തിൻ്റെ പണികൾ ഏകദേശം നമ്മൾ സൈഡൊക്കെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനിയുള്ള മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ കയർ പിടിച്ച് ഓരോ സൈഡ് കെട്ടിയതിന് ശേഷം റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയിലാണ് അവിടെ നിൽപ്പുള്ളത്. അപ്പോൾ കുറച്ചൊരു വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇനിയോട് ബാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ കുറച്ചൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി അടിഭാഗം കുറച്ചൊന്ന് കറക്റ്റ് ആക്കിയിട്ട് വെള്ളം വീത്തണം. എന്നിട്ടാണ് നീരാടൽ.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഒരു 8000 രൂപ അടുപ്പിച്ചുള്ള ടാങ്കാണ്. ഈ ടാങ്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടാങ്കിൽ നമുക്കിനി ഫുള്ള് വെള്ളം നിറച്ചിട്ട് നമ്മളെ ഫിഷ് നമ്മൾ ഇതിനകത്ത് ഇടാൻ വേണ്ടി പോവുകയാണ്. യെസ്, വി ആർ ഗോയിങ് ടു പുട്ട് അവർ ഫിഷസ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കുളത്തിലെ വെള്ളമെല്ലാം കയറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം അഭി എങ്ങനെയുണ്ട്? വെള്ളം എന്താ പറഞ്ഞത് എനിക്ക് അവർ മനസ്സിലാക്കി. വെള്ളമെല്ലാം അവിടെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളെ ഗിഫ്റ്റ് സിലോപ്പി പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഗിഫ്റ്റ് സിലോപ്പി പിടിച്ച് നമ്മൾ ആ ഗപ്പി നമുക്കിടും. നമ്മൾ ഗപ്പി ഇപ്പോഴല്ലേ ഇടാൻ വേണ്ടി പോകുന്നത്. സെക്കൻഡ് ടൈമാണ് നമ്മൾ ഗപ്പീസ് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നു. പക്ഷേ വല എടുത്തു. വലിയ വല എടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് മീൻ പിടിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങാൻ പോവാണ്. എടാ അഭി, കുഴപ്പമില്ലൊന്നുമില്ല. മീൻ പിടിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. യെസ്, അപ്പോൾ നമ്മൾ ഈ കുളത്തിൽ നിന്ന് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോകുകയാണ്. വലയെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളെ മീനുകളെല്ലാം നിറഞ്ഞ് നിൽപ്പുണ്ട്. അടിപൊളി. നമ്മൾ ഗിഫ്റ്റ് സിലോപ്പീസാണ് നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് പിടിക്കാൻ വേണ്ടി പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. വെള്ളം നമ്മൾ താഴത്തെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിൽ ഗിഫ്റ്റ് സിലോപ്പി നമ്മൾ ഇടാൻ വേണ്ടിയാണ് ഇപ്പോൾ സെറ്റ് ചെയ്തത്. അപ്പോൾ നമുക്കിതിൽ ഇനിയിപ്പോൾ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം സെറ്റ് ചെയ്യണം. മാക്സിമം നമ്മൾ കിണറ്റിലെ വെള്ളം പകുതി അടിച്ചു. പിന്നെ നമ്മുടെ താഴത്തെ കുളത്തിലുള്ള വെള്ളം പകുതി അടിച്ചു. എന്നിട്ടാണ് നമ്മൾ മീൻ ഇടാൻ വേണ്ടി പോകുന്നത്. അത്യാവശ്യം ഹൈറ്റ് വരുന്നുണ്ട്. നമുക്ക് ഏകദേശം കുറച്ച് ഹൈറ്റ് ആവുന്നതനുസരിച്ച് നമ്മളിപ്പോൾ മീൻ പിടിക്കാൻ തുടങ്ങും. എന്നിട്ട് ഉടനെ മീൻ ഇവിടെ കൊണ്ടുപോകാനാണ് പോകുന്നത്. എല്ലാം ഇപ്പോൾ സെറ്റായി വരുന്നുണ്ട്. യെസ്, ഇറ്റ്സ് ഗോയിങ് ഫാസ്റ്റ്. ഫ്രണ്ട്സ്, അപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടിയതാ ഞാനും അധികം കൂടെ നമ്മൾ ചലിക്കുകയാണ്. എല്ലാத்தைയും അത്യാവശ്യം നല്ല സൈസൊക്കെ ആയിട്ടുണ്ട്. നമ്മളന്ന് മീൻ കുഞ്ഞ് വിട്ട സമയത്തുള്ള വീഡിയോസൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്യാസ് ഇതോടെ എല്ലാവരും പുറത്തേക്കണടാ. നോക്ക് ഫ്രണ്ട്സ്, എല്ലാം മുകളിൽ നിൽക്കുകയാണ്. വാട്ട് എ ട്രമസ്റ്റിക് വ്യൂ. എങ്ങനെയുണ്ട്? എല്ലാവരും പുറത്തുണ്ട്. അടിപൊളി. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തിറങ്ങും ഇപ്പോൾ. യെസ്, വി ആർ ഗോയിങ് ടു അറ്റാക്ക്. യെസ്, അറ്റാക്ക്. അത് അവിടെ പോയിടാം. ഇതിനെ ഈ അച്ഛൻ വിളിക്കാം. കറക്റ്റല്ലേ? ഇറക്കാം. Yes.
ഒരു ഫാം മാത്രം വാങ്ങിച്ചാൽ മതി അപ്പച്ചാ. ഒരു സൈഡേ അങ്ങോട്ട് നീ അങ്ങോട്ടും പോ ചേർത്ത് കൊടുക്കുക. അതെങ്കിൽ പാട് അങ്ങോട്ടും പോടാ. പോ കുറച്ച് പോ നീ പോ അങ്ങറ്റത്തേക്ക് ചേർന്ന് അപ്പം കൂട്ടി വാങ്ങാം. അതായത് ചരിച്ച് മറച്ചും എടുത്ത് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് തരാം. വാ നീ പിടിച്ചോളൂ. വാ നീ അവിടെ പിടിച്ചോ. ഒരു മീൻ കൊച്ചു തിരിച്ചു വിടാവാ. അത് ഇതിവിടെ ആളാണ്. ഇത് വേണമല്ലോ. കൊറേ ഉണ്ട്. അപ്പച്ച വലയിൽ പൊത്തയുണ്ട്. പൊത്തല്ല ഫ്രണ്ട്സ്. അപ്പൂപ്പനാണ് മീൻ വിട്ട്. യെസ് അങ്ങനെ നമ്മളെ വലിയ മീനുകൾ ഇതിനുള്ളിൽ എത്തിക്കഴിഞ്ഞു. ദേ അതുവഴി പോകുന്നു. ഇത് നമ്മുടെ വലിയ ഗിഫ്റ്റ് സ്ലോപ്പീസാണ്. യെസ് അങ്ങനെ നമ്മുടെ മീനുകൾ ഗിഫ്റ്റ് സ്ലോപ്പീസ് കാരണം ഗിഫ്റ്റ് സ്ലോപ്പീസ് നമ്മൾ കഴിക്കാൻ വേണ്ടി എടുത്തുള്ള ഗിഫ്റ്റ് സ്ലോപ്പീസാണ്. ഗുഡ് ബേബീസ്. ഓക്കെ ഫ്രണ്ട്സ്, മീനുകളൊക്കെ പിടിച്ചുകൊണ്ട് ഇനി നമുക്ക് ടാങ്കിലിടാൻ വേണ്ടി കുറേ പിടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സമയമില്ല, നമുക്കിനി കുറച്ച് പരിപാടീസ് ഉണ്ട്. കുറേ മീനുകളെ പിടിച്ച് കണ്ടു. ഇന്ന് നമ്മൾ ചാനലിൽ കുളിക്കാനൊക്കെ പോകുന്നു. യെസ്, അപ്പോൾ നമ്മളെ വലിയ കുളത്തിലിടാൻ വേണ്ടി മീനുകൾ നമ്മളിനി ഉടനെ പിടിക്കുന്നതാണ്. യെസ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. കുറച്ച് മീൻ പിടിച്ചു. ഇനി അതൊന്ന് വൃത്തിയാകാൻ വേണ്ടി പോയി ജസ്റ്റ് ഒന്ന് ചാനലിൽ പോയി ഒന്ന് നീരാട്ടിയിട്ട് അപ്പോൾ നമ്മൾ വലിയ കുളം എങ്ങനെയുണ്ട് മാക്സിമം കമൻറ്റുകളൊക്കെ ഇടുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യേണ്ട റാഫി. യാ യെസ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.